വെക്കാന്നാണ്. കാരണം കാരന്തൂരിലേക്കുള്ള വരവ് ഫുള്ള് പെടുന്ന അങ്ങോട്ട് മുതലക്കൊളുത്ത് പോയത് ടീമാണ്. ഞങ്ങൾ മറന്നിട്ടില്ല. കഴിഞ്ഞ കേരള യാത്രയിൽ തിരുവനന്തപുരത്ത് സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ മുൻനിരയിൽ കൊടിപിടിച്ച് നിർത്താൻ വേണ്ടി തിരുവനന്തപുരത്തിനടുത്ത കോളനിയിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ, അതിഥി തൊഴിലാളികൾ, അവരെ വാടകക്കെടുത്ത് ആയിരങ്ങൾ അവർക്ക് പ്രതിഫലം നൽകി. നിങ്ങൾ നിങ്ങളുടെ റാലിയുടെ മുൻനിരയിൽ തന്നെ അവരെ വെച്ചിട്ടില്ലേ? നിങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? ആ സംഘത്തിന് അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പണ്ടെങ്ങാനൊക്കെ പറഞ്ഞിരുന്ന ആരോപണ ശൈലി, പഴകിപ്പൊളിച്ച പണ്ടൊക്കെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയക്കാരും ഒക്കെ പറഞ്ഞിരുന്ന പഴകിപ്പൊളിച്ച ആരോപണ ശൈലി ഇന്ന് ഒരു മനുഷ്യൻ പറയേ? ആലോചിച്ച് നോക്കി. നിങ്ങൾ പറഞ്ഞ പോലെ പൈസ കൊടുത്തിട്ട് ആളെ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞു നോക്കുക. അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്? ഇപ്പോ ഏത് നിലക്കുള്ള വീഡിയോകളാണ്, ക്യാമറ സിസ്റ്റം എത്ര സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങൾ, എത്ര ക്ലിയർ ആയിട്ട് HD സാങ്കേതിക വിദ്യയോടുകൂടെ ആളുകളെ മുഖം കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഈ യുഗത്തിലാണ് ഒരു പൊട്ടൻ പൈസ കൊടുത്ത ആളിറക്കുകയാണ് എന്ന് പറയുന്നത്. ഒന്നത്. രണ്ടാമത് ഇപ്പതാ പറയുന്നത് ആലോചിച്ച് നോക്കി. ഇവനതിൽ വധഭീഷണി കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആര്? കാന്തപുര ഉസ്താദും സുലൈമാൻ ഉസ്താദൊക്കെ ഉള്ള നമ്മളെ ആലിമീങ്ങൾ മുഷാവറ ചേർന്നിട്ട്, നമ്മൾ യോഗം ചേർന്നിട്ട് ഈ ആളുകളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുകയാണ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഒരു മനുഷ്യൻ പറയേ? ആ മനുഷ്യന് ഭ്രാന്തല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഭ്രാന്ത്? ആലോചിച്ചു. ഇന്ന് ഈ കേരള യാത്രന്റെ ഈ വഴി നീളെ നമ്മൾ കാണുന്ന സ്വീകാര്യതയും നാനാ തുറകളിലുള്ള ആളുകളൊക്കെ അതിനെ സ്വീകരിക്കുന്നതും അതിന്റെ ശൈലിയും അതിന്റെ എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് കാണുകയും അത് വാർത്തയായി പുറത്തു വരികയും എല്ലാ മീഡിയകളും അതിലേറെ സോഷ്യൽ മീഡിയയിൽ അടക്കം അതിന്റെ എല്ലാ ക്ലാരിറ്റിയോടുകൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ജനങ്ങളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഒരു കാലത്ത് എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞിട്ട് അത് വിജയിച്ചു എന്നുള്ള മറ്റൊരു സത്യം. പറഞ്ഞ് അതിനെതിരെ ആഹ്വാനം മുഴക്കിയ ആളുകൾ ഇപ്പോ നമ്മൾ ഓരോ ജില്ലയിലുള്ള പരിപാടിയിലേക്കും പോകണം എന്ന് നേതൃത്വം തീരുമാനിക്കുകയും പോവുകയും എന്നിട്ട് പരസ്യമായി എൻ്റെ നേതാവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുകയും എല്ലാ സ്ഥലങ്ങളിലും അവരൊക്കെ കൊടി വീശിക്കൊണ്ട് തന്നെ സ്വീകരിക്കുകയും ആശ്ലേഷിക്കുകയും ഒക്കെ സന്തോഷം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വീകരണത്തിന്റെ വലിയ വലിയ സംഭവങ്ങൾ നമ്മളിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടക്കാണ് ഒരു മനുഷ്യൻ 4 ആളെ കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നത് ഇവനൊന്നും മറുപടി, ആ ക്ലിപ്പുകളൊന്നും കൊണ്ടുവന്നിട്ട് കേൾപ്പിച്ചിട്ട് വേറെ അതിന് മറുപടി ഒന്നും പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആളുകളെ കേൾപ്പിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. മറുപടി പറഞ്ഞാൽ നമ്മളിത് കേൾപ്പിക്കുകയാണല്ലോ, എന്നിട്ട് അതിന് മറുപടി പറയുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടൊന്നും ഇനി അതിന്റെ പിന്നാലൊന്നും പോകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര ബാലിശമാണ്, എത്ര വിഡ്ഢിത്തമാണ് പറയുന്നത്. അതാ ഞാൻ ചോദിച്ചത്, ശരിക്കും ഇവന് ഭ്രാന്തായോന്നാ? അവരുടെ കഴുതകളായി ജീവിക്കാൻ അല്ലാഹു ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ അടിമകളിൽ അവിടുത്തെ